ആലപ്പുഴയിൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥയിൽ വേദനയേറ്റുവാങ്ങി ഒരു കുടുംബം. നവജാത ശിശുവിന് ഗുരുതര വൈകല്യമുണ്ടായ സംഭവത്തിൽ ഡോക്ടർമാരും ലാബ് അധികൃതരുമാണ് പ്രതിക്കൂട്ടിൽ. വൈകല്യങ്ങളുമായി കുഞ്ഞ് ജനിച്ചത് തങ്ങളുടെ തെറ്റല്ലെന്ന് പറഞ്ഞ് കൈ കഴുകുകയാണിവർ. എന്നാൽ കുഞ്ഞിന് മുലപ്പാൽ പോലും നൽകാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് കുടുംബം. ഈ 7 പ്രാവശ്യം സ്കാൻ ചെയ്തതിലും പിന്നെ ഒരു കുഴപ്പവും ഇല്ലെന്നാണ്. കാർഡിയാക് ആക്ടിവിറ്റി വരെ നോർമലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ കാർഡിയാക് ഡോക്ടറെയാണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിന് എത്ര ദിവസം കഴിഞ്ഞാണ് നിങ്ങളെ കാണിച്ചത്? എന്നെ 3 ദിവസം കഴിഞ്ഞാണ് കാണിച്ചത്. ഇപ്പൊ എന്താ കുഞ്ഞിന്റെ ഒരു അവസ്ഥ എന്താ? ഇപ്പൊ കണ്ണു തുറക്കുന്നില്ല. കുഞ്ഞിന് ഹാർട്ടിന് ഹോളുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ജനനേന്ദ്രിയം കറക്റ്റ് അല്ല. പിന്നെ ശ്വാസം മുട്ടലുണ്ട്. മലർത്തി കിടത്താൻ പറ്റില്ല. കമഴ്ത്തിയാണ് കിടത്തുന്നത്. ഒരു വശം ചരിഞ്ഞ് കമഴ്ത്തിയാണ് കിടത്തുന്നത്. പിന്നെ ഫീഡ് ചെയ്യുന്നത് ട്യൂബിലൂടെയാണ്. പിന്നെ കൈക്കും കാലിലും വളവുണ്ട്. ചികിത്സിച്ച ഡോക്ടർമാർ സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാനാണ് ചികിത്സിച്ച ഡോക്ടർമാർ ചോദിക്കുന്നത്. സ്കാനിങ് സെന്ററിൽ പോയിരുന്നോ? സ്കാനിങ് സെന്ററിൽ ഞാൻ പോയില്ല. ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നതായിട്ട് അവരും പറയുന്നത് ഇച്ചിരി കൂടെ വ്യക്തതയുള്ള സ്കാനിങ്ങിൽ അതറിയാൻ പറ്റത്തുള്ളൂ എന്നാണ്. നമ്മൾ കൃത്യമായിട്ട് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് എല്ലാ മാസവും സ്കാൻ ചെയ്തിരുന്നു. എല്ലാ മാസവും സ്കാൻ ചെയ്ത് അത് പ്രസവിച്ച സമയത്ത് പറഞ്ഞിരുന്നു കുഞ്ഞിന് ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. പ്രസവിക്കുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു. അത് സിസേറിയൻ ആയിരുന്നപ്പോഴത്തേക്ക് എന്നെ ഒരു കുഞ്ഞിനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവര് ചെയ്തത്. പക്ഷെ ഇവര് കുഞ്ഞിനെ കാണിക്കുകയോ എന്ത് കുഞ്ഞാണെന്ന് പറയുകയോ ഒന്നും എന്നോട് ചെയ്തില്ല. ഡോക്ടർമാർ തമ്മിൽ പറയുന്ന കേട്ടു കുഞ്ഞിന് അനോമലീസ് ഉണ്ട്. പിന്നെ 2 ദിവസത്തിൽ കൂടുതൽ കുഞ്ഞ് ജീവിച്ചിരിക്കത്തില്ല എന്ന് ഡോക്ടർമാർ പറയുന്ന ഞാൻ കേട്ടു. ആസ്റ്ററിലോ അല്ലെങ്കിൽ അമൃതയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഫർദർ ട്രീറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനൊരു സാധാരണ ടാക്സി ഡ്രൈവറാണ്. എന്നെ കൊണ്ട് ഫർദർ ട്രീറ്റ്മെന്റിന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ കുട്ടിക്ക് സംഭവിച്ചത് ആരോഗ്യരംഗത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ WNC എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ, ഈ ശങ്കേഴ്സ് എന്ന് പറഞ്ഞ സ്കാനിങ് സെന്റർ, മിഡാസ് എന്ന് പറഞ്ഞ സ്കാനിങ് സെന്ററിലൂടെ ആണെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് നീതി ഉണ്ടാകണം. ഈ കുഞ്ഞിന് എന്താണോ സംഭവിച്ചിരിക്കുന്നത് അതിന് സമാധാനം പറയേണ്ടത് WNCയിലെ ഹോസ്പിറ്റലിലെ ഡോക്ടറും ശങ്കേഴ്സ് ലാബിലും മിഡാസ് ലാബിലും ഈ 3 പേർക്കാണ് ഇതിന് ഉത്തരവാദിത്തം. ഒരു ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകില്ലായിരുന്നു. കാര്യം ഇത്രയും വൈകല്യമുള്ള ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലോട്ട് വന്നിട്ട് ഞാനും എൻ്റെ വൈഫും അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കുന്നതല്ലേ നല്ലത്. അത് ആരോഗ്യരംഗമല്ലേ നോക്കേണ്ടത്. പോലീസ് എന്താ മൊഴിയെടുത്തു? നിങ്ങളുടെ പോലീസിന്റെ മൊഴിയുടെ പ്രകാരം FIR ഇട്ടിട്ടുണ്ട്. സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് FIR ഇട്ടിരിക്കുന്നത്.